കൊണ്ടോട്ടിക്കാരൻ വാപ്പുട്ടി എന്ന ആളുടെ വീട്ടിലേക്കുള്ളൊരു യാത്രയിലാണ്. ഞാൻ ആദ്യമായിട്ട് അവരെ മീറ്റ് ചെയ്യണത് അവരെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിട്ടാണ്. കല്യാണത്തിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ വന്ന്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനും കുറച്ച് നേരം ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അവർ സ്റ്റേജിൽ നിന്ന് എന്നെ കണ്ടോടെ പറഞ്ഞു, ഞങ്ങൾക്കൊരു ദിവസം എന്തായാലും നമുക്ക് പാട്ടൊക്കെ പാടുന്ന കുറച്ച് ആൾക്കാരായിട്ടൊന്ന് വീട്ടിൽ കൂടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവരെ വീട്ടിലേക്ക് തന്നെയാണ് കൂടാൻ പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഒക്കെ ഉണ്ട്, നമുക്ക് പോയി നോക്കാം എന്താന്നുള്ളത് കാണാം. എൻ്റെ കൂടെ കല്യാണത്തിന് വന്ന രണ്ടാൾക്കാരാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. എന്നെ വിട്ട് പോകില്ലേ നിങ്ങൾ? അപ്പോൾ നമ്മൾ ഇവരെ വീട്ടിലെത്തി. ഞാൻ ഇവരെ രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം കല്യാണത്തിന് കണ്ട്, രണ്ടാമത്തെ ഇപ്പൊ നമ്മള് കാണാൻ കുറെ മുമ്പേ ഞാനൊരു ഒരു മധു പാടി എന്തെങ്കിലും കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണ. നമ്മളെ പണ്ടേ മദീനെ ഒരു പാടിയിൽ ഞാൻ കമന്റ് ഒക്കെ ഇട്ടി. ഇവരുടെ വീഡിയോസ് ഞാൻ അധികം കണ്ടത് നല്ല കുറെ കൂട്ടുകാരൊപ്പരം ഭക്ഷണമൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കുന്ന, പ്രത്യേകിച്ച് മട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേവറേറ്റ് ആണ്. അതില് ഇതിന്റെ അഭിപ്രായത്തില് ഈ മട്ടൻ കൊണ്ട് കളിക്കണത് കുറവായിരിക്കും. എല്ലാരും ഇപ്പൊ ചിക്കനൊക്കെ ആകുമ്പോ ഇത് പാളിയാല് ആ ഒരു 10,000 പോയി കിട്ടും. അതാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തില് ഉസ്താദ്മാരൊപ്പം പോകുമ്പോൾ ഉസ്താദ്മാർ പറയും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ ഇറച്ചി എന്ന് പറയുന്നത് മട്ടന്റെ ഇറച്ചി കൂടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇന്ന് ഇവര് എന്താ പറയാ സ്പെഷ്യലായിട്ട് മട്ടൻ കുക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂടാ, ഒരു മധുഹൊക്കെ പാടാന്ന് പറഞ്ഞപ്പോ നമ്മള് വന്നതാ. അപ്പോൾ ആ ഒരു സർപ്രൈസ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ ഞാൻ എന്റെ പുരയിലേക്ക് വിളിക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ നമ്മള് കൂടില്ലെന്നല്ല, പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഈ സ്റ്റേജിൽ നിന്ന് കല്യാണത്തിന്റെ സ്റ്റേജിൽ നിന്ന് ഇവര് നമുക്ക് ഇതേപോലെ കൈ ഇവരെ തന്നിട്ട് ഇവര് പറഞ്ഞു നമുക്ക് എന്തായാലും കൂടണ്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നമ്മളെ കല്യാണം കഴിഞ്ഞ ഒരാളെ തിരക്ക് എത്ര മാത്രന്ന്, കല്യാണം കഴിഞ്ഞ ഒരാളെന്ന് സംബന്ധിച്ചോളം എനിക്കറിയാം. പക്ഷെ അപ്പോഴും സമയം കണ്ടെത്തിയിട്ട് നമ്മളെങ്ങോട്ട് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇതെങ്ങനെയാന്നുള്ള എനിക്കൊന്ന് കാണണം. അതിനാ ഞാൻ നേരത്തെ വന്നത്. നോക്കി വെക്കാം. വായ എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്, സംഭവാട്ടോ വേറെ ലെവൽ. ഞാൻ ആദ്യം കണ്ടത് ഫസ്റ്റ് ടൈം. ഓ മാഷാഅല്ലാഹ്. ഇതാണോ? ഇതാണ് കുഴിമന്തി അല്ലേ? കുഴിമന്തി കുഴിയിൽ വെച്ചിട്ട് ശരിക്കും ഇതിലെ മസാല പലതും അവിടെ നിന്ന് ഇങ്ങനെ 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 ഇതാ ഞാൻ അവിടെ ഇടണം. പുറത്തുകൂടെ ഇതിന്റെ സ്പെഷ്യൽ എന്താ വെച്ചാല് നെയ്യാണ്. ഇതാ നമ്മളെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സാധനം. ഇപ്പൊ നല്ല മന്തുണ്ടാവും. ഇത് കുറച്ച് ഇതാ ഹാർഡൊന്നുമില്ല. ഇനി വേവണ്ടോ? വേവാനൊന്നുമില്ല. ഇതിങ്ങനെ കഴിക്കൽ തന്നെയാണ് സംഭവം. ആണോ? അടിച്ചു നല്ല ചൂടായിരിക്കും. അത് ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കി കിട്ടില്ലേ? കടിക്ക്. ഇത് ഇറച്ചിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അല്ലേ? പിന്നെ എന്നാലും കുറച്ചുള്ളൂ. നമ്മളെല്ലാരും കൂടി എന്ത് ചെയ്യാം, പേരും ടേസ്റ്റ് ചൂട് ഉണ്ടാവും. ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? എന്തൊക്കെ ഇത് നമ്മുടെ സ്പെഷ്യൽ സാധനം. ഇത് നോക്കിക്കുന്നത് അറബികളെ അല്ലേ? ഇതിങ്ങനെ എല്ലിങ്ങനെ പോരും. ഇതിന്റെ പേരെന്താ? നമ്മുടെ സ്പെഷ്യൽ മധുസൂനായിട്ട് വരും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം.
വെച്ചോക്കി. ഫസ്റ്റ് വന്നോണ്ടേ ബിസ്മില്ലാ. പൊളിട്ടാ, ഒരു രക്ഷയില്ല. രസല്ലേ? റൈസ് എടുക്കി. റൈസ് ഇതെങ്ങനെയാണ് തിരിച്ചാണ്? ഇല്ലേ? റൈസല്ലേ? മാഷാ അല്ലാ. ഓ നമുക്ക് എന്ത് ചെയ്യാ? നീ പോരെ കാത്തുക്കടോ. പെരുജാതി. മാഷാ അല്ലാ. ഇപ്പം എന്താ വെച്ചാലേ എല്ലാവരും കൂടി 10 ആളുണ്ട് പറഞ്ഞോണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയത്. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ഒരു ഫുൾ ആടന്നെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കലാണ് സാധാരണ. പത്താള് കാരണം ആള് കുറവെന്നല്ല അറിയണേ. നിങ്ങൾ ആളില്ലേ? 10 ആളില്ലേ? അങ്ങനെ ആള് കുറവാ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റ കോഴി വാങ്ങി, അല്ല ഒറ്റ ആട് വാങ്ങിയത് എന്ന് പറയാം. അതെ ആ ഇതൊക്കെ എന്താ വേറെ വേറെ സാധനം? ഒക്കെ ചിക്കൻ തന്നെയാണ്. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസാ. ഇതോ ആദ്യമായിട്ട് ഞാനിങ്ങനെ ഞാൻ ഫോയിൽ കൊണ്ട് മൂടിയിട്ട് നമുക്ക് ഇതിൽ വെക്കാം. അതുപോലെ വരുമ്പോ അല്ലേ കറക്റ്റ് ഇറച്ചിന്റെ വലിയ കഷ്ടം കടിക്കണോ? നേരം വൈകിയോണ്ടേ തലയും കാലും ഞങ്ങൾ തീർത്തിനു. വലൈക്കും അസ്സലാം. കുഴപ്പമില്ലല്ലോ? തലയും കാലും ഞങ്ങളായിട്ട് തിന്നാണ്. കണ്ടന്റ് ക്ഷാമാണല്ലോ. തടി പറഞ്ഞടോ. ഞാൻ കണ്ടതിലും ഉഷാറായി. അല്ലല്ല അവൻ അന്ന് ഭയങ്കര ഇത് വീതി മുത്തേ കൈമല് ഫുള്ള് ഇതാണ്. ഇന്നൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചേ. അയ്യേ ഒന്നുള്ളൂ. ഓൾറെഡി എടുത്ത് പൊന്തിച്ച് വെച്ചാണ് ഓൾറെഡി. നമ്മുടെ സ്നേഹത്തോടു കൂടി ഒരു പറ്റം ഗസ്റ്റുകൾ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. നാസിക്കിന്റെ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പണ്ടേ മദീനയിലെ അതിന്റെ 2 വരികൾ ഞങ്ങള് പാടുകയാണ്. ഓക്കെ. റൗളയിൽ പോകാനീ കൽബോ നന്നല്ല, തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല, നീറിപ്പുകയും മനസ്സല്ലാതില്ല, എണ്ണി പറയാനോ തെറ്റല്ലാതില്ല, പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞുവല്ലാതെ, പാദം ചേർക്കണം വൈലാതെ, പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിന്റെ ഖാദിമ, അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാതിഹ, എന്നും മുഹിബ്ബിന്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറില, ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറില. ഓഡിയോ മദീനയിൽ എത്തിയിരിക്കും. ആ സാധനം വൈറലായോ എന്തായാലും വിത്തിൻ 3 മന്തിന്റെ ഉള്ളിൽ നമ്മൾ മദീനയിൽ എത്തും. എന്റെ അനുഭവം ഞാൻ പറയണത്. നിങ്ങൾക്ക് അതേമാതിരി അനുഭവം ഉണ്ടാവും. നമ്മൾ പല ഇതിലും പരിപാടി അവതരിപ്പിച്ചിരുന്നു. പക്ഷെ
മദ്ഹ് ഞാൻ എന്റെ മറ്റേ ബുസൂരി എന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഇത് ആരംഭ ആ സാധനത്തില് മദ്ഹെഴുതി തിരുനൂറെ കാണാനി പാബി ബുസൂരി ഇമാമല്ല മധുഹൂറും സ്വരമാലെ മധു ഒന്ന് പാടി കുളിർപ്പിക്കാൻ ഒളിവർ ബിലാലുമല്ല ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് കരളിന്റെ കരളായ റസൂലോട് കഥനങ്ങൾ ചൊല്ലിട കരയുന്ന കൽവിന്റെ വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിട ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് സത്യത്തില് വാപ്പുട്ടി കല്യാണത്തിന് ക്ഷണിച്ച സമയത്ത് ഞാൻ അവിടെ എന്താ പറയുക എത്തിപ്പെടാൻ പറ്റുമോന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് മൂപ്പര് ക്ഷണിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ക്ഷണിച്ച എല്ലാവരും പക്ഷേ അതിൽ മാഷല്ല പലരും വന്നു. നാസിഫ് വന്നതിന് ഞാൻ വളരെ ഹാപ്പി. കാരണം ഞങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ കണ്ടതാണ്. സ്റ്റേജ് ഷർഫിനെ അറിയാം, ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അറിയെങ്കിലും ഇപ്പം നിങ്ങൾ വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞല്ലോ, സത്യം ഞാൻ നിങ്ങള് ഷെറഫ് വിളിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തർക്ക് സ്റ്റേജിൽ വരുന്നതെങ്കിലും ഒരു കണ്ടപ്പോ ഭയങ്കരമായിട്ട് മാഷാല്ല ആദ്യമായിട്ട് കണ്ട ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിളിയാണ് ശരിക്ക് നമ്മൾ വീണ്ടും ഇപ്പൊ ഒരുമിച്ച് കൂടിയത്. അതെ, വളരെ സന്തോഷമുള്ളൂ. വരിക, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, അതാണ് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാണാനൊക്കെ അങ്ങോട്ട് വരൂട്ടാ. ശരിക്കും ഞാൻ ഇപ്പൊ ഈ ജ്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇവിടെ മന്തിക്കുയി കുത്തുന്നത്. 6 മണിക്കൂർ ഈ ബീഫ് കടന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മാത്രം അതിനു വേണ്ടി മാത്രം കുത്തിയതാണ്. ഇതിൽ എനിക്ക് ഒരു ദിവസം വെക്കുമ്പോ നഷ്ടമില്ലാതെ ഒരു ലാഭതിമൊന്നും വരുന്നില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും ഇങ്ങനെ ഭക്ഷണം. പിന്നെ ഈ വൃദ്ധസദനത്തിലൊക്കെ നമ്മള് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. ഇപ്പം ഫറൂഖിന്റെ അടുത്തുണ്ട് മറ്റേ സ്നേഹതീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃദ്ധസദനം. അവിടേക്ക് നമ്മൾ ഫസ്റ്റ് മന്തി കൊണ്ട് കൊടുത്തപ്പോൾ ഒരു പറഞ്ഞാൽ തരും മോൻ, അവിടുത്തെ ആളുകളൊക്കെ ഓൾമോസ്റ്റ് 60-70 ആയി. ഓര് പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മന്തി കഴിക്കണത് ആദ്യമായിട്ടാന്നാ പറഞ്ഞത്. അപ്പോ ഒരൊക്കെ അവസ്ഥ അതുമാതിരി എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ വലിയ നമ്മായിട്ട് പറയില്ല, എല്ലാവരും അതേമാതിരി അവനവനാണ് എന്താണോ ചെയ്യാൻ കഴിയണത് അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോ അൽഹംദുലില്ലാ ഞങ്ങള് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഓരോരുത്തരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. പക്ഷെ സത്യം പറഞ്ഞാല് ഇവരൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് കൂടാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും പിന്നെ മദ്ഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിനോടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇഷ്ടമാണ് ശരിക്ക് നമ്മളെ ഇങ്ങനെ ഒരു ഒത്തൊരുമയോടെ ഒരുമിച്ച് കൂടാനുള്ള ഒരു കാരണം. റബീഉൽ അവ്വൽ വരികയാണ്, സന്തോഷത്തിൻ്റെ മാസം വരികയാണ്. നല്ല രീതിയിൽ ആദരിക്കാനും ബഹുമാനിക്കാനും നല്ല മദ്ഹ് ഇഖ്ലാസോടെ പാടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച പോലെ പിന്നെ വാപ്പുട്ടി ശരിക്ക് നല്ലൊരു ഷെഫാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് പിന്നെ നമ്മൾ വാപ്പുട്ടിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം വാപ്പുട്ടിന്റെ അല്ലെ ആ ഒരു സ്വാദോട് കൂടി കഴിക്കാനും പറ്റും. ഞാൻ സത്യം പറഞ്ഞ എന്റെ ഒരു ആഗ്രഹം അതന്നെ ഓരോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇതിനനുസരിച്ച് എന്തായാലും ഉണ്ടാക്കി തരും. ഞാനും ഷെറഫും നേരത്തെ പറഞ്ഞു, ഞാനും മൂപ്പരെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ കാണുന്നുണ്ട് പിന്നെ മട്ടൻ ഇങ്ങനെ റെഡിയാക്കുന്നത് വെക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഇങ്ങനെ എന്താ പറയുക നേരിട്ട് കാണുകയും കഴിക്കുകയും ചെയ്തത്. ഏതായാലും വളരെ സന്തോഷം. വന്ന എല്ലാവർക്കും ബാബുട്ടിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് അവിടുത്തെ സൗദിയിലെ ആളുകൾ നമ്മളെ ഇവിടേക്ക് ഇറക്കുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്, ഇത് അങ്ങോട്ട് എക്സ്പോർട്ടിങ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അന്ന് നമുക്ക് എന്താ ചെയ്യാ ആ വൃത്തിക്കൊന്നും കൂടി കഴിക്കാം. ഇന്ന് എടുത്തത് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല, ബിക്കോസ് ഇങ്ങനെയല്ല എന്റെ സാധനം ഉണ്ടാവല്. പക്ഷെ നമ്മളൊരു ഫുൾ മട്ടൺ തന്നെ എടുക്കുക. ഫുൾ മട്ടൺ വാങ്ങിയിട്ട് ഒരു 5 കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇൻഷാല്ലാ അടുത്ത് നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ഇരിക്കാം. അതെ അതെ
ഇപ്പൊ നമുക്ക് പറയാനുള്ളത് എന്ന് മദ്ഹ് പാടി അത് വൈറലായോ മദീനയിലെത്തും, അത് കൺഫേം അല്ലേ? ഞാനിപ്പോ നിങ്ങൾക്കില്ല അതേമാതിരി. തീർച്ചയായിട്ടും. സോ എല്ലാവരോടും നമ്മള് വലിയ പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മളോടും പറയുന്നില്ല, എന്നാലും മാക്സിമം അൽഹംദുലില്ലാഹ് ഉഷാറായിട്ട് ചെയ്യാം. അപ്പൊ പോകാനുള്ള കട്ടൻ ചായ കിട്ടി, ഞങ്ങള് നല്ല ഉഷാറായില്ലേ? പോകാണ്. എടോ എല്ലാരും ഒന്ന് അതിന് ചാച്ചാക്കിയേ. റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മള് വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ച് മദ്ഹൊക്കെ പാടി ഇപ്പൊ തിരിച്ച് മടങ്ങാണ്. സത്യം പറഞ്ഞാല് കൊണ്ടോട്ടി ബാപ്പുട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. നല്ല ആത്മാർത്ഥമായിട്ട് നമ്മളോട് എല്ലാവരോടും ഇടപെടുകയും സൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ മൂപ്പരെ പോലെ തന്നെയുള്ള ധാരാളം ആളുകൾ ഇന്ന് വരെ നമ്മൾ പലയിടങ്ങളിൽ പോയപ്പോൾ നമുക്ക് ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഓരോ ജില്ലകളിലും ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ സന്തോഷത്തോടു കൂടിയുള്ള നല്ല അള്ളാഹിൻ്റെ പൊരുത്തത്തോടു കൂടിയുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ വ്ളോഗുകളൊക്കെ കാണുന്ന വ്ളോഗുകളെടുക്ക് കണ്ടില്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ കുറേ ആളുകൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നൊക്കെ ചോദിക്കും. ഏതായാലും ഒരുപാട് സന്തോഷം. അതുപോലെ നമ്മൾ പിന്നെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളൊരു എന്തിനെങ്കിലും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് ഇത് ഉഷാറാണ് നിങ്ങൾ വാങ്ങിക്കോളി എന്ന് പറയുമ്പോൾ അത് എൻക്വയറി ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹങ്ങൾ, കടപ്പാടുകൾ പ്രാർത്ഥനയിൽ ഉണ്ടാവും. നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.